ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തീയൽ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് തീയൽ ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി നമുക്ക് കണ്ടാലോ? അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ തീയലിന് വേണ്ടിയിട്ട് ഇവിടെ കുറേ വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില്ലി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ പൊട്ടാറ്റോ, പിന്നെ വെണ്ടയ്ക്ക, പിന്നെ സവോള, പിന്നെ കോളിഫ്ലവറിൻ്റെ മറ്റേ തണ്ടില്ലേ അത്, പിന്നെ കൊച്ചുള്ളി, പിന്നെ ക്യാരറ്റ് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, ക്യാരറ്റ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ. പിന്നെ ഒരെണ്ണം മറന്നുപോയി, ഇത് വഴുതനങ്ങയാണ് കേട്ടോ, വഴുതനങ്ങ അതും കൂടെ ഇട്ടിട്ടുണ്ട് തീയലിന്. അപ്പം എത്ര സാമഗ്രികൾ വെച്ചിട്ടാണ് നമ്മൾ തീയലിന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. തീയലിൽ ഇടുന്ന വെജിറ്റബിൾസാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് നമ്മളിവിടെ തേങ്ങ ഇവിടെ അപ്പം നമ്മളാണെങ്കിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരുമ്മി വെച്ച തേങ്ങ നമ്മൾ ഇനി ഇത് വറുത്തെടുക്കും കേട്ടോ. ഇതൊരു ബ്രൗൺ കളറ് ആവണം കേട്ടോ. ആവുന്ന വരെ നമ്മളിനി ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കും. കേസത്തിന് ഇത് ഒരു വറുത്ത് വന്നൊരു ബ്രൗൺ കളറാവണം കേട്ടോ. കേസ് ഇപ്പോൾ ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മളിത് കരിയാതെ നല്ലപോലെ ഇളക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ നല്ല ബ്രൗൺ കളറിലായി വരണം. കേസ് അപ്പം നമ്മുടെ അമലൂസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മുടെ അമലൂട്ടനിപ്പോൾ ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ ഒരു പൊട്ട് തൊട്ട് കൊടുത്ത് കേട്ടോ, ജുമ്മ കൊടുത്തതാണ് കൺമശി കൊണ്ട്. ആളിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. അമലു നമുക്ക് ശല്യപ്പെടുത്തണ്ട, നമുക്ക് നമ്മുടെ പണി നോക്കാം. ഓക്കെ. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും മല്ലിപ്പൊടി എന്നതൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ വീണ്ടും ഇളക്കുവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇത്ര റെഡ് കളറിൽ പോലെ ഇരിക്കുന്നത്. കേസ് ഇപ്പം നമ്മൾ ആ വറുത്ത് വെച്ച മിക്സിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ പോവാണേ. കേസ് അപ്പം നമുക്ക് തീയൽ വെക്കാനായിട്ടുള്ളൊരു ചട്ടി എടുത്തിട്ട് വെച്ചിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. അതിനി കണ്ടോ, ഇങ്ങനെ പൊന്തിയ കടുകൊന്ന് പൊട്ടി വരണം ഗൈസ്. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കിനും നമ്മൾ അങ്ങോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി വഴട്ടി ഇനി എടുക്കണം കേട്ടോ. വഴട്ടി ഇനി നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് അങ്ങോട്ട് ഇതിനെ നമുക്ക് ഉപ്പിട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കണം. കേസ് നമ്മൾ എന്നിട്ട് ആ വെജിറ്റബിൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഐറ്റങ്ങളെല്ലാം നല്ല പോലെ തന്നെ വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ വരണ്ട് വന്ന വെജിറ്റബിൾ ഐറ്റത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയിട്ട് നമ്മൾ എന്നിട്ട് ബാക്കിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മൾ അരച്ച് വെച്ച മിക്സ് വെച്ചിട്ട് നമുക്കിനി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാമേ. നമ്മളപ്പോൾ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം.
നമ്മൾ തക്കാളിക്ക ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളിക്കയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് അടച്ച് വെക്കാമേ. അപ്പം നമ്മുടെ തീയൽ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയും ജസ്റ്റ് ഒരു തിളയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെറ്റാവും കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആകെ നമ്മൾ ഇന്നൊക്കെ ഇടയ്ക്ക് കരിയാപ്പില ഇനി നമ്മളിത് ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കുന്നതായിരിക്കും. ഗൈസ് അപ്പം നമ്മളാണേൽ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ലോണം ഊതായിട്ട് നല്ല ചൂടാണ്. ഗൈസ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പോലെ ഇളക്കാം. എന്നിട്ട് നമുക്കിനി കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ ടേസ്റ്റിങ് ഇതായിട്ട് വരാമേ. ഗൈസ് ഇപ്പം നമ്മളാണെങ്കിൽ നമ്മൾ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ചാറെടുത്തിട്ടുണ്ട്.